ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ മാർക്കറ്റ് എത്തിയിട്ടോ. മാർക്കറ്റിൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഇവിടെ കാണുന്നത് എന്താണെന്നറിയോ? ബാഗിൻ്റെ ഒരു കൂമ്പാരം. പക്ഷെ ഒക്കെ കുഞ്ഞു കുഞ്ഞു ബാഗാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് ഞാൻ രണ്ട് വില പേശി രണ്ട് സോക്സ് വാങ്ങി കാലിലിടാൻ, നിസ്കരിക്കുമ്പോൾ കാല് മറിയാലോ വിചാരിച്ചിട്ട്. ഇനി 20 രൂപ പറഞ്ഞത് കേട്ടോ. പിന്നെ എന്താ ഫുള്ളിടോ, ചെരുപ്പ്, ഡ്രസ്സ്, ബാഗ്, വള, കമ്മൽ. പിന്നെന്താ വെച്ചാൽ എന്താ ഉഷേൻ്റെ ഇടയിൽ എനിക്ക് പൈസ ഒരു 500 രൂപ തന്നിട്ട് ഞാൻ പോവാണ് പോയി. ഞാൻ ഓരോന്നും വില ചോദിക്കണേയും പിന്നെ വില പേശിനൊക്കെ കണ്ടിട്ട് ഉഷിൻ്റെ സമാധാനം പോയി. ഉഷ് പതുക്കെ മുങ്ങി. ഞാൻ വിളിക്കുമ്പോൾ ഈ പുറത്തേക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ ഈ ഫസ്റ്റ് ഇറക്കി അവിടെ നിന്നാൽ മതി പറഞ്ഞിട്ട് ഉഷ് പോയിട്ടോ. എന്തായാലും ആൾ മുങ്ങി. ഇനിയിപ്പോൾ നടക്കന്നെ. എടോ, എൻ്റെ വിചാരം എന്താണെന്നറിയോ? ഇത് ഇത്ര ഉള്ളൂ അല്ല. ഇത് മാർക്കറ്റ് 1, മാർക്കറ്റ് 2, മാർക്കറ്റ് 3, മാർക്കറ്റ് 4 അങ്ങനെ ഒരുപാടുണ്ടേ. ഞാനിങ്ങനെ നടക്കന്നെ കേട്ടോ. വെറും ചെരുപ്പും പിന്നെ ഡ്രസ്സും ഉണ്ടോ. സെയിൽ 100 ഫിക്സഡ്, പിന്നെ റേറ്റൊക്കെ ഓരോ ബോർഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ഇതുണ്ട്, ഷൂ ഒക്കെ നല്ല പിന്നെ ആക്കത്തിന് കിട്ടും. പക്ഷേ ഇവിടുന്ന് കൊണ്ടുപോകാൻ ടാസ്ക്കാടോ. ഇതിങ്ങനെ ഏറ്റി പോകണ്ടേ. ഇതിനൊക്കെ 50 രൂപയുള്ളൂ കേട്ടോ. എന്താ തിരക്കെന്നറിയാം. നമ്മളെ പൂരത്തിനും കൂടി ഇങ്ങനെ തിരക്കില്ല. ഇതിപ്പോൾ നട്ടുച്ചയാണ്, പക്ഷേ ഈ വമ്പൻ തിരക്കടോ. ഓരോരോ ഭാഗത്തു കൂടി ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങോട്ടാ പോണേന്നൊന്നും എനിക്കറിയുന്നില്ല. ആടുകളെ മേക്കൗട്ട പോലെ ആയിപ്പോയത്. എന്തായാലും ഞാനിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്താ വെച്ചാൽ മുറി ഹിന്ദിയൊക്കെ അറിയുന്നതുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട്. ഭയങ്കര ദാഹം. പിന്നെ ഓരോ ഭാഗത്തും നോക്കി നോക്കാം. എന്താലേ ഓരോരുത്തരും അങ്ങനെ വില പറയുന്നുണ്ട്, വില പേശുന്നുണ്ട്. ഇവിടെ കണ്ട മൈലാഞ്ചി ഇടുകയാണ്. ഇവർ കുറേ മൈലാഞ്ചി ഇടാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ വേണ്ട, നെഹി നോ പറഞ്ഞു. ഇത് രണ്ടുള്ളൂ എനിക്ക് കാര്യമായിട്ട് അറിയാം. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കൂടി പിന്നെ മറ്റേതിൻ്റെ പുറത്തു കൂടി ഒക്കെ ആയിട്ട് അങ്ങനെ ഞാൻ അങ്ങനെ നടക്കേണ്ട ഓരോരോ കാര്യമായിട്ട് വീഡിയോ എടുക്കണം. അല്ലാണ്ട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. സോഡ വാങ്ങിയാണ്. ദാഹം കൊണ്ട് കുടിച്ചെന്ന് മാത്രം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോകുമ്പോണ്ട് എന്തൊന്ന് ഓരോ ഭാഗത്തു കൂടി ഞാൻ അങ്ങനെ പോകണം. ഇതൊരു ലോകം, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ലോകമാണെന്ന്. ഈ ലോകത്ത് പല വഴികളും പല ആൾക്കാരും പല സാധനങ്ങളും ഇതുണ്ടോ. ഇതൊക്കെ സെയിൽ 30 രൂപയുള്ളൂ ഈ കമ്മലിനൊക്കെ വില. കണ്ടില്ലേ. പക്ഷേ ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഇട്ടിരുന്നു. ഇപ്പൊന്നും ഞാൻ ഇത് ഉപയോഗിക്കില്ല. ആദ്യമൊക്കെ ഞാൻ വെറും ഇങ്ങനത്തെ ആളായിരുന്നു. ഇങ്ങനത്തെ മോഡേൺ കമ്മൽ, വളകൾ, പലതരം അങ്ങനെ കുറേ. എൻ്റെ പക്ഷേ അവിടെ നിന്നൊക്കെ എനിക്ക് കൊണ്ടുവന്നിരുന്നു ബോംബെയിൽ നിന്ന്. ഇവിടുന്ന് വരുമ്പോഴും ഇങ്ങനത്തെ കോസ്റ്റ്യൂംസുകളൊക്കെ കൊണ്ടും. പക്ഷേ ഇപ്പോൾ ഒന്നും ഞാനിടില്ല. എൻ്റെ മനുവിന് ഭയങ്കര ഇഷ്ടമാണ് ക്യാപ്പ്. പക്ഷെ വാങ്ങിയില്ല ഞാൻ. കാരണം ഞാൻ പറഞ്ഞ 100 രൂപക്ക് ഒരു തന്നില്ല, ഒരു 200 രൂപ പറഞ്ഞു. അങ്ങനെ ഞാനത് വാങ്ങിയില്ല. ഇതൊക്കെ എൻ്റെ മനുവിന് പറ്റിയ ഷർട്ടാണ്, അതും ഞാൻ എടുത്തില്ല. മനു ഇത് കാണുമ്പോൾ എന്നെ ചീത്ത അറിയുമെന്നാവോ. ഇനി നിങ്ങളെ ഞാൻ തന്തൻ്റെ അടുത്തേക്ക് വിടൂല അറിയും മനു. അങ്ങനെ പറയേ, തന്തിയും തള്ളിയും കറങ്ങാൻ പോയില്ലേ. അങ്ങനെ ഇങ്ങനെ വരുമ്പോഴേ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇയാളെ കുറച്ച് വൃത്തി തോന്നിച്ചുകൊണ്ടാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ട്. പിന്നെ മസാല ഒന്നും എനിക്ക് ഇഷ്ടമായില്ല. മസാല ഉണ്ടാകും. क्या मसाला? കുറച്ച് കൈ തന്ന് മസാല ടേസ്റ്റ് ചെയ്യാൻ. പക്ഷേ ഉള്ളൂല്ലേ, ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ആ ഡ്രാഗൺ ഫ്രൂട്ട് വെറുതെ കഴിച്ചിട്ട് ഇങ്ങനെ വരുമ്പോഴുണ്ട് ഇവിടെ കുറച്ച് പേര് ഇങ്ങനെ നിൽക്കണു. അപ്പോൾ നോക്കുമ്പോൾ എന്താ ഐസ്ക്രീമൊന്നും കഴിക്കാതെ ഞാൻ അവിടെ ബില്ല് പേ ചെയ്തു. 20 രൂപ ബില്ല് പേ ചെയ്തപ്പോൾ അത് ശരി മാംഗോ ഐസ്ക്രീം കിട്ടി. അതൊരു ഇഷ്ടമില്ലാത്ത രൂപത്തിൽ ഞാൻ കഴിച്ചത്. അതും കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് വരുമ്പോഴെന്താണ് ഫ്രഷായിട്ട് ജ്യൂസുകൾ, പലതരം ജ്യൂസ്, അതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളും ഷെയ്ക്കും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു മാംഗോ ഷെയ്ക്ക് പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഐസ്ക്രീമൊക്കെ വെച്ചിട്ട് അതിൽ ബദാമുണ്ട്, പിസ്ത നട്ട്സ് എല്ലാം മുകളിൽ കൂടെ വിതറിക്കണം. അങ്ങനെ ഇവിടെ ഇരിക്കാനൊരു സ്ഥലം കിട്ടി. അങ്ങനെ ഞാൻ അത് ആസ്വദിച്ച് കുടിച്ചിട്ടോ. കുടിക്കുമ്പോഴേ എൻ്റെ കൂടെ പല പേരും പിന്നാലെ കൂടിയടോ.
കാരണം വെച്ചാൽ ബിൽറ്റ് വാങ്ങുമോ സ്പ്രേ വാങ്ങുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവസാനം ഒരാളിൽ നിന്ന് ഒരു സ്പ്രേ വാങ്ങേണ്ടി വന്നു. അയാൾ വിടുന്നില്ല. അങ്ങനെ അതും കഴിഞ്ഞ് അതാണ്ട് ഇവരുടെയൊക്കെ കൂടെ ഓരോരുത്തരുണ്ട്. നമ്മളുടെ കൂടെ ഞാൻ ഒറ്റയ്ക്കല്ലേ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എപ്പോഴും ഭയങ്കര ധൈര്യം, ഭയങ്കര ചങ്കൂറ്റമാണ്. കാരണം ഒന്നാമത് ഭാഷയൊക്കെ പിടിച്ച് നിൽക്കാനുള്ളൊരു കഴിവൊക്കെ ഉണ്ട് എനിക്ക്. പിന്നെ ആരെങ്കിലുമൊക്കെ എന്ന് പറയുമ്പോൾ ഹസ്ബൻഡിൻ്റെ അവിടെ എന്ന് പറയും ഞാൻ. അപ്പോൾ പിന്നെ അങ്ങനെ പോയിക്കോളും. അങ്ങനെ ഇവിടുന്ന് ഞാൻ റിനുമോൾക്ക് ഒരു പാൻറ്റും ഒരു ഷർട്ടും വാങ്ങി. 100 രൂപയുള്ളൂ. അങ്ങനെ അത് വാങ്ങിച്ചിട്ട് പിന്നെ അങ്ങനെ നടന്ന് പോയി. ഓരോ ഭാഗം കണ്ടില്ലേ, സരോജിനി മാർക്കറ്റിൻ്റെ പേരാട്ടോ. അപ്പണ്ട് ഒരു കയ്യുമ്മ പിടിക്കണു ഒരാൾ. ബൂശാണ് വലിച്ചു കൊണ്ടുപോവാണ് ഇനി അവിടുന്ന്. അപ്പം ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ബുഷ് ഇവിടെ എത്തിയത് എന്നോട് പറഞ്ഞില്ല എന്ന്. ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു. എല്ലാവരും ചോദിച്ചാൽ ബുഷിന് മറുപടി ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നെ തിരയായിരുന്നു എന്ന്. അത് കളവാണ് കേട്ടോ. എന്തൊന്നിടവോ പിന്നെ ഫോൺ വിളിച്ചുകൂടെ. അപ്പം ഞാൻ അങ്ങോട്ട് എത്തൂല, ഇന്ന ഭാഗത്തുണ്ടെന്ന് പറഞ്ഞാൽ ആഹാ ഇതാണോ പരിപാടി, അത് ശരി. എന്തായാലും ഞങ്ങൾ ഓട്ടോയിൽ കയറിയോണ്ടൊക്കെ ബാൻഡ് മേളക്കാർ പോകണു. എന്തോ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഡ്രമ്മും തരികിടിയും തുകലും എല്ലാം ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.